ഹായ്, എല്ലാവർക്കും നമസ്കാരം. SM ടെക്സ് ആൻഡ് ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ടെക് വീഡിയോ അല്ല, ഒരു ഇൻഫർമേഷൻ വീഡിയോയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴെല്ലാം നമുക്ക് നമ്മുടെ ഒരുവിധം എല്ലാ ഡോക്യുമെൻറ്റുകളും സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, 2020 ശേഷം പാസ് ഔട്ട് ആയവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ SLC ബുക്ക്. എന്നാൽ ഇതുവരെ VoterId, അതായത് നമ്മുടെ ഇലക്ട്രൽ VoterId ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ 2021 ഫെബ്രുവരി 1 മുതൽ നമുക്ക് നമ്മുടെ VoterIdയും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന സൈറ്റിൽ നിന്നാണ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുക. ഈ സൈറ്റിൽ നമ്മൾ ID ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യണം. ഈ സൈറ്റിൽ ഇത് കൂടാതെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പുതുതായി VoterIdക്ക് അപേക്ഷിക്കാം. പിന്നെ നമ്മുടെ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതായത് ഡിലീഷൻ ചെയ്യാൻ, അതായത് ഡിലീറ്റ് ചെയ്യാൻ അപേക്ഷിക്കാം. നമ്മുടെ VoterIdയിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. അതേപോലെ നമ്മുടെ നിയോജക മണ്ഡലം മാറിയാൽ അത് കറക്റ്റ് ചെയ്യാം, അഡ്രസ്സ് മാറ്റാം, എന്നിങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഈ ഓപ്ഷനാണ് ഇപ്പോൾ ഇതിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ, ഡൗൺലോഡ് എപ്പിക്. ഇത് 2021 ഫെബ്രുവരിയിൽ വന്ന ഓപ്ഷനാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലോഗിൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൽ തെറ്റുകൾ തിരുത്തുന്നതിനോ അങ്ങനെ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യണം. അതിനായി ഞാൻ ഇവിടെ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡോണ്ട് ഹാവ് അക്കൗണ്ട് രജിസ്റ്റർ ആസ് എ ന്യൂ യൂസർ എന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ എൻ്റർ അടിക്കുമ്പോൾ ഒരു മൊബൈൽ നമ്പർ കൊടുത്ത് ക്യാപ്ച അടിച്ച് എൻ്റർ അടിക്കുമ്പോൾ ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്യണം. പിന്നെ എപ്പിക് നമ്പർ, അതായത് നമ്മുടെ ഇലക്ട്രൽ VoterIdയുടെ നമ്പർ, ഇമെയിൽ, പാസ്വേഡ് കൺഫേം ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. ഇപ്പോൾ ഓൾറെഡി ലോഗിൻ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ ഓപ്ഷനുകൾ ഓരോന്നോരോന്നായി നോക്കാം. ഫ്രഷ് ഇൻക്ലൂഷൻ എൻറോൾമെൻറ്റ്, അതായത് നമുക്ക് പുതുതായിട്ട് ഒരു ആളെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ അനുസരിച്ച് ഡീറ്റെയിൽ അനുസരിച്ച് നമ്മൾ ചെയ്യണം. സിറ്റിസൺഷിപ്പ്, ഐ റിസൈഡ് ഇൻ ഇന്ത്യ, അതിനുശേഷം കേരള, നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, പാർലമെൻറ്റ് മണ്ഡലം, അതുപോലെ എല്ലാം 1 by 1 ആയിട്ട് കൊടുത്ത് നമുക്ക് അത് കൂടാതെ ഇതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതെല്ലാം കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് പോയി നമുക്ക് ഈ ഫോം കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ മൈഗ്രേഷൻ ടു അനദർ പ്ലേസ്, അതും അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിയാൽ. ഇനി കറക്ഷൻ ഇൻ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇത് നമ്മുടെ പേരിലോ അതേപോലെ ഫാമിലി നെയിമിലോ എന്തെങ്കിലും തെറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ തിരുത്തുന്നതിനാണ് ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡിലീഷൻ ഓഫ് എൻറോൾമെൻറ്റ്. ഇത് ആരെങ്കിലും മരണപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ താമസം മാറിയാലോ അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണിത്. റീപ്ലേസ് ഓഫ് ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി,
ഇതെന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് അത് റീ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫോമാണിത്. എല്ലാ അപ്ഡേഷനും ചെയ്ത് അത് കറക്ഷൻ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് പുതിയത് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി എന്നതിൽ പോയിട്ട് നമുക്കത് ചെയ്യാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഡൗൺലോഡ് ഇ എപ്പിക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡ് ഇ എപ്പിക് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു പോപ്പപ്പ് മെസ്സേജ് ഇങ്ങനെ പോകുന്നത് കാണാം. അത് എന്താണെന്ന് വെച്ചാൽ, കറൻ്റ്ലി ഇ എപ്പിക് ഡൗൺലോഡ് ഫെസിലിറ്റി ഈസ് അവൈലബിൾ ഫോർ ദ എലക്ടേഴ്സ് ന്യൂലി രജിസ്റ്റേർഡ് ആഫ്റ്റർ നവംബർ 2020 ഡ്യൂറിങ് SSR 2021 വിത്ത് യുണീക്ക് മൊബൈൽ നമ്പർ ഓൺലി. ഈ മെസ്സേജ് ഞാൻ താഴെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഇതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നവംബർ 2020 ശേഷം അപ്ലൈ ചെയ്തവർക്കേ ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ മറ്റൊരു കാര്യം, നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഈ മൊബൈലിലേക്ക് ഒരു OTP വരും. അതുകൊണ്ട് മൊബൈൽ നമ്പർ മസ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇത് രണ്ടും ചെയ്തവർക്ക് മാത്രമേ ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഡൗൺലോഡ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ കാണുന്ന എൻ്റർ എപ്പിക് നമ്പർ എന്നതിൽ നമ്മുടെ വോട്ടർ ഐ ഡി നമ്പർ, അതായത് എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കാണും. അതനുസരിച്ച് ചെയ്യുക. ഇനി അവസാനമായി ഈ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ വോട്ടർ ഐ ഡിയുമായി റിലേറ്റഡായി എന്തെങ്കിലും കറക്ഷനോ അല്ലെങ്കിൽ പുതിയത് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ നിയോജക മണ്ഡലം മാറാൻ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അവസാനം കൊടുക്കുമ്പോൾ അതിൻ്റെ അവസാനം നമുക്കൊരു റഫറൻസ് നമ്പർ കിട്ടുന്നതായിരിക്കും. ആ റഫറൻസ് നമ്പർ വെച്ച് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഞാനൊരു ചെറിയ കറക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി അപ്രൂവ് ആയതാണ്. എന്നിരുന്നാലും ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കാണിക്കാം. ആ റഫറൻസ് നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. റഫറൻസ് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ട്രാക്ക് സ്റ്റാറ്റസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. PLO അപ്പോയിൻറ്റഡ്, ഫീൽഡ് വെരിഫൈഡ്, അക്സെപ്റ്റഡ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റാറ്റസും ചെക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും നന്ദി.